സുഹൃത്തുക്കളെ, പണ്ട് കാലത്ത് പലതരത്തിലുള്ള തപശ്ചര്യകൾ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അതിൽ ചില തപശ്ചര്യകൾ ഇപ്രകാരമായിരുന്നു. അതായത് ഒരു നായയെ പോലെ ജീവിക്കുക, പശുവിനെ പോലെ ജീവിക്കുക. ആ തപശ്ചര്യകൾ കൊണ്ട് നമ്മൾക്ക് മുക്തി കിട്ടും, അല്ലെങ്കിൽ ദേവലോകത്ത് ജന്മം കിട്ടും എന്നാണ് ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സൂത്രമുണ്ട്, കുക്കരപതിക സൂത്ത്. അതിൽ 2 പേർ, ഒരു പുണ്ണ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയും അതേപോലെ തന്നെ സെനിയ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഭഗവാന്റെ അടുത്ത് വന്നു. പുണ്ണൻ എന്ന് പറയുന്ന വ്യക്തി പശുവിനെ പോലെ ജീവിക്കുന്ന വ്യക്തിയായിരുന്നു. അതേപോലെ തന്നെ സെനിയ എന്ന വ്യക്തി, അദ്ദേഹം നായയെ പോലെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവർ വന്നതിന് ശേഷം അവർ ചോദിക്കുന്നു, ഞങ്ങൾ ഇത്രയും വലിയ കഠിന തപശ്ചര്യയാണ് ചെയ്യുന്നത്, അപ്പോൾ ഇതുമൂലം ഞങ്ങളുടെ ഭാവി, അതായത് ഞങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ എവിടെയാണ് പുനർജന്മിക്കുക എന്ന് ഭഗവാനോട് ചോദിക്കുന്നു. അപ്പോൾ ഭഗവാൻ പറയുന്നു, ഇത് തീർത്തും തെറ്റായിട്ടുള്ള കാര്യമാണ്. ആദ്യം അദ്ദേഹം പറയാൻ സമ്മതിച്ചില്ല. പിന്നീട് അദ്ദേഹം പറഞ്ഞു, ഏതൊരു വ്യക്തി പശുവിൻ്റെ ശീലങ്ങൾ പാലിക്കുന്നുവോ, പശുവിനെ പോലെ തന്നെ പെരുമാറുന്നുവോ, അതിൻ്റെ ചിത്തം എപ്രകാരമാണ് അപ്രകാരം ഏതൊരു തപശ്ചര്യ ചെയ്യുന്നുവോ ആ വ്യക്തി പശുക്കളുടെ ഇടയിൽ തന്നെ ജനിക്കും. അതേപോലെ തന്നെ നായയുടെ ഈ തപശ്ചര്യ, നായയെ പോലെ ജീവിക്കുന്ന വ്യക്തി, ആ വ്യക്തി നായയുടെ ശീലവും നായയുടെ ചിത്തവുമാണ് ഭാവന ചെയ്യുന്നത്. അത് കാരണം ആ വ്യക്തി നായ്ക്കളുടെ ഇടയിൽ തന്നെയായിരിക്കും ജനിക്കുക എന്ന് ഭഗവാൻ പറഞ്ഞു.